അങ്ങനെ മുകുന്ദൻ ഗിരി ഓരോന്നൊക്കെ പറഞ്ഞ് കളിയാക്കുവാണ്. എടാ, ഞാൻ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് നോക്കിയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. നീയെ പണ്ട് സ്കൂൾ മാഗസിനിൽ നിൻ്റെ മഞ്ജുവിൻ്റെ ഫോട്ടോ അതിൽ വന്ന സമയത്ത് നിൻ്റെ മുഖത്തുണ്ടായ സന്തോഷമൊക്കെ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. അതേക്കുന്ന ഗിരി അങ്ങ് പരങ്ങി കളിക്കുവാണ് കേട്ടോ. ഗിരിയാണെങ്കിൽ മുകുന്ദൻ പറയുന്നതെന്ന് സമ്മതിച്ചു കൊടുക്കുന്നില്ല. ഗിരി പറയണേ, പിന്നെ ചുമ്മാ ഓരോന്ന് പറഞ്ഞിറങ്ങിക്കോളൂ, ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, എനിക്ക് പോയിട്ട് ബാറിൽ കുറേ പണിയുണ്ട്. അങ്ങനെ പറഞ്ഞ് ഗിരി അവിടെ നിന്നും പോകുവാണ്. ഈ സമയം വീണ്ടും മുകുന്ദനാണെങ്കിൽ ഗിരിയുടെ പിന്നാലെ ചെന്ന് കളിയാക്കുവാണ് കേട്ടോ. അങ്ങനെ ഗിരി വീട്ടിലെത്തുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ഗിരി അങ്ങനെ നേരെ സന്തോഷത്തോടെ റൂമിലേക്ക് ഓടിപ്പോകുവാണ്. എന്നിട്ട് മാഗസിൻ മുകളിലത്തെ ഷെൽഫിലൊക്കെ തിരയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് മാഗസിൻ കിട്ടുവാണ്. അങ്ങനെ ഗിരി സന്തോഷത്തോടെ അതിൽ ആ പേജ് എടുത്ത് നോക്കുവാണ്. അന്നേരം ഗിരിയും മഞ്ജു കുട്ടികളായിരുന്നുള്ള ആ ഒരു ഫോട്ടോയും അതിൽ ഫ്ലെയിംസ് കളിച്ചതുമൊക്കെ ഗിരി ഇങ്ങനെ നോക്കുവാണ്. ഈ സമയത്തായിരിക്കും കേട്ടോ മടക്കി വെച്ച വസ്ത്രങ്ങളൊക്കെ ആയിട്ട് മഞ്ജു അങ്ങോട്ടേക്ക് എത്തുന്നത്. മഞ്ജു ഗിരിയുടെ ബാക്കിലാണ്ടോ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മഞ്ജു വന്നതൊന്നും ഗിരി അറിയുന്നില്ല. ഇതെന്താ ഗിരിയേട്ടൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അങ്ങനെ പറഞ്ഞ മഞ്ജു ആലോചിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ഈ സമയത്തായിരിക്കും ഭാനുമതി അമ്മ ഗിരി എന്നും പറഞ്ഞ് വിളിക്കുന്നത്. അന്നേരം വേഗം തന്നെ ഗിരി ടെൻഷനോടെ ആ ഒരു മാഗസിനൊക്കെ അടച്ചു വെച്ച് മുകളിലത്തെ ഷെൽഫിൽ തന്നെ വെച്ചിട്ട് അവിടെ നിന്നും പോകുവാണ്ടോ. ഈ സമയം മഞ്ജു വന്ന് ആ ഒരു ബുക്ക് എടുത്ത് നോക്കുവാണ്. അപ്പോഴാണ് മഞ്ജുവിൻ്റെ ആ ഫോട്ടോയും അതിൽ ഗിരി ചെയ്തു വെച്ച് പണിയൊക്കെ കാണുന്നത്. അത് കാണുമ്പോൾ മഞ്ജുവിന് ഒത്തിരി സന്തോഷമാകുവാണ് കേട്ടോ. ഒത്തിരി ചിരിച്ചുകൊണ്ട് ആ മാഗസിനും നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിൽക്കുവാണ് മഞ്ജു. പിന്നീട് കാണിക്കുന്നത് മുകുന്ദൻ്റെ വീടാണ്. മുകുന്ദൻ അങ്ങനെ ലോ ബുക്സൊക്കെ നോക്കി പഠിക്കുമായിരിക്കും. ആ സമയത്തായിരിക്കും മഹിമ അങ്ങോട്ടേക്ക് വരുന്നത്. ആഹാ, വക്കീല് നല്ല പഠിത്തമാണല്ലോ. അന്നേരം മുകുന്ദൻ പറയണേ, ഇന്ന് കോടതിയിൽ ഒരു കേസ് വാദിക്കാനുണ്ട്, അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻ ഉണ്ട്. മാത്രമല്ല ജഡ്ജിൻ്റെ ടെസ്റ്റിന് വേണ്ടി പഠിക്കുന്നുണ്ട്. ഇന്നത്തെ ആ കേസ് ജയിച്ചാലുണ്ടല്ലോ 10,000 രൂപയെ കിട്ടാൻ പോകുന്നത്. അതേക്കുമ്പോൾ മഹിമ പറയണേ, അല്ല അന്ന് ശാലിനിയുടെ നിന്ന് വാങ്ങിച്ച 10,000 രൂപയില്ലേ, അതിൻ്റെ ഒരു ഷെയർ എനിക്ക് തരാമെന്ന് പറഞ്ഞിരുന്നല്ലേ. ഷെയർ തരാമെന്നല്ലോ പറഞ്ഞത്, അതിനെക്കുറിച്ച് ആലോചിക്കാമെന്നല്ലേ. ഇത് കേട്ടിട്ട് അങ്ങോട്ടേക്ക് വരുന്ന ഗൗരിയമ്മ പറയണേ, നല്ല ആളാണ് പറഞ്ഞിരിക്കുന്നത്. ഇവൻ്റെ കയ്യിൽ നിന്ന് മോൾക്ക് കാശ് കിട്ടിയത് തന്നെ ഇവനെ ഒരറു പിശുക്കനാണ്. അന്നേരം വക്കീൽ പറയണേ, എൻ്റെ അമ്മേ, പൈസ കുറേ ഉണ്ടായിട്ടും ചിലവാക്കാത്തവരെ പിശുക്കന്മാരെന്ന് പറയണേ. എൻ്റെ കയ്യിൽ ചിലവാക്കാൻ പൈസയൊന്നുമില്ല, അങ്ങനെയുള്ളവരെ ദരിദ്രരെന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ ആ ഒരു കേസിൽ ആ വക്കീലല്ലേ ഇങ്ങനെ തട്ടിമുട്ടുമല്ലേ ജീവിച്ചു പോകുന്നത്. ഇത്തവണ എന്താണെങ്കിലും ഞാൻ ജഡ്ജി ടെസ്റ്റ് പാസ്സാവും, അങ്ങനെ ഒരു ജഡ്ജിയാവും. അതിനുവേണ്ടി ഞാൻ കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ശരി, ഞാൻ ചെല്ലട്ടെ എന്ന് പറഞ്ഞ് ബുക്കൊക്കെ എടുത്തുകൊണ്ട് മുഖത്തിന് അങ്ങോട്ടേക്ക് പോകുവാണ് കേട്ടോ. ഈ സമയം മഹിമ പറയുന്നുണ്ട്, വക്കീൽ നല്ല വാശിയിലാണല്ലോ. അന്നേരം ഗൗരിയമ്മ പറയണേ, അതെ, എന്താണെങ്കിലും അത് നന്നായി. അവൾ എൻ്റെ മോൻ്റെ മനസ്സിൽ അത്രയും വലിയൊരു മുറിവല്ലേ ഏൽപ്പിച്ചത്. ആ ഒരു ഷോക്കിൽ നിന്നൊക്കെ എൻ്റെ മോനിപ്പോൾ റിക്കവറായിട്ട് വരുന്നുണ്ട്. അത് കാണുമ്പോൾ ഏകൊരാശ്വാസം. അവളെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ കാലത്ത് എല്ലാ പെൺകുട്ടികൾക്കും പണം മതിയല്ലോ, പണത്തിൻ്റെ പിന്നാലെയല്ലേ എല്ലാവരും പോകുന്നത്. അന്നേരം മഹിമ പറയണേ, അമ്മ വിഷമിക്കാതിരിക്കുക, നമ്മുടെ വക്കീൽ അടിപൊളിയല്ലേ. വക്കീലിനെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു നല്ല പെൺകുട്ടിയെ തന്നെ ഭാര്യയായിട്ട് കിട്ടും. അങ്ങനെ ആ കുട്ടിയുടെ കൂടെ വക്കീൽ സന്തോഷത്തോടെ ജീവിക്കും. സത്യം പറഞ്ഞാൽ വക്കീലിൻ്റെ ഭാര്യയായിട്ട് വരുന്ന ആ പെൺകുട്ടി ഒത്തിരി ഭാഗ്യമുള്ളവളാണ്. അവൾ അമ്മയും പൊന്നുപോലെ നോക്കിക്കോളും. എന്നാൽ ശരി അമ്മേ, ഞാൻ ചെല്ലട്ടെ എന്ന് പറഞ്ഞ മഹിമ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം ഗൗരിയമ്മ പറയണേ, അങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണല്ല, മോള് തന്നെ എൻ്റെ മരുമോളായിട്ട് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നീട് കാണിക്കുന്നത് മുറ്റത്തെ ചെടിയൊക്കെ നനച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞാറ്റയാണ് കേട്ടോ. ഈ സമയം സ്വപ്ന പുറത്തേക്ക് പോകാൻ റെഡിയായിട്ട് വരുവാണ്. അന്നേരം കുഞ്ഞാറ്റ ചോദിക്കണേ, മോളിതെങ്ങോട്ടാ? ആ സമയം സ്വപ്ന പതിയെ പറയണേ, അത് പിന്നെ ഞാൻ സഞ്ജുവിനൊന്ന് കാണാൻ പോകുവാണ്. മോളെ സൂക്ഷിക്കണേ, അവൻ വല്ല ദുരുദ്ദേശമൊക്കെ ആയിട്ടായിരിക്കും മോളെ വിളിച്ചു വരുത്തുന്നത്, മോളൊന്ന് ശ്രദ്ധിക്കണം. അന്നേരം സ്വപ്ന പറയണേ, അതെനിക്കുറപ്പാ, അവൻ്റെ ഉദ്ദേശമൊക്കെ എന്താണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. പക്ഷേ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എൻ്റെ പ്ലാൻ വർക്കൗട്ടാക്കും. കുഞ്ഞാറ്റ നോക്കിക്കോ. പിന്നെ ഏട്ടനും അമ്മക്കൊക്കെ എൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും സംശയം വരുന്നുണ്ടോ എന്ന് കുഞ്ഞാറ്റൊന്ന് ശ്രദ്ധിക്കണം. അമ്മ ആ ഒരു രീതിയിൽ എന്തെങ്കിലും സംസാരിക്കുവാണെങ്കിൽ അപ്പം തന്നെ എന്നെ അറിയിക്കണം. എന്നാൽ ശരി, ഞാൻ ചെല്ലട്ടെ. അങ്ങനെ പറഞ്ഞ് സ്വപ്ന അവിടെ നിന്നും പോകുവാണ്. ഇതേസമയം സഞ്ജു ചാച്ചുവിൻ്റെ അരികിലേക്ക് എത്തുക. ചാച്ചു, സ്വപ്ന ഇന്ന് ഇങ്ങോട്ടേക്ക് വരും. അതേക്കുമ്പോൾ ചാച്ചു പറയണേ, മനസ്സിലായി, ഞാനപ്പം മാറിത്തരണം. ഞാനെന്താണെങ്കിലും ടൗണിലേക്ക് പോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് ഹോട്ടലിൽ കയറി ശാലിനിയും കൂട്ടാം, ഞങ്ങളൊന്നിച്ച് പർച്ചേസിന് പോകാം. അപ്പോൾ ഇടയ്ക്ക് ഡിസ്റ്റർബൻസ് ആയിട്ട് ശാലിനിയും ഇങ്ങോട്ടേക്ക് വരില്ല. അല്ല, ഗിരിയുടെ കാര്യമോ? ഗിരി ബാറില്ല, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. എന്നാൽ ശരി, അപ്പോൾ ഇന്നത്തോടെ സ്വപ്നയുടെ കാര്യത്തിൽ തീരുമാനമാകും അല്ലേ? പിന്നീട് കാണിക്കുന്നത് സ്വപ്ന വീട്ടിലേക്ക് വരുന്നതാണ്. അങ്ങനെ സഞ്ജയ് സ്വപ്നനകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുക. സ്വപ്ന, എത്ര നാളായി ഒന്ന് കണ്ടിട്ട്? മനസ്സ് തുറന്ന് ഒന്ന് സംസാരിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ ഇപ്പോൾ. എന്താണെങ്കിലും ഇന്ന് നിന്നെ കണ്ടല്ലോ, ഒത്തിരി സന്തോഷമായി. അങ്ങനെ പറഞ്ഞ് സ്വപ്നയുടെ തോളത്തിങ്ങനെ കൈയൊക്കെ പിടിക്കുകയാണ്.
എന്നിട്ട് സ്വപ്നയുടെ കവിളിൽ ഉമ്മ കൊടുക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുമായിരിക്കും. പെട്ടെന്നാണ് കേട്ടോ ആരോ വന്ന് കോളിംഗ് ബെൽ അടിക്കുന്നത്. അത് കേൾക്കുമ്പോൾ സ്വപ്നയും സഞ്ജയും ടെൻഷനാകുവാണ്. സ്വപ്ന ചോദിക്കണേ, അയ്യോ ഇനി ഗിരിയേട്ടനെങ്ങാനാണോ? ഏയ് ഗിരിയൊന്നുമല്ല, അവൻ ബാറില്ല. നീ എന്താണെങ്കിലും അങ്ങോട്ടേക്ക് മാറി നിൽക്ക്, ഞാൻ പോയി ആരാണെന്ന് നോക്കാം. അങ്ങനെ സഞ്ജു പോയി വാതിൽ തുറക്കുവാണ് കേട്ടോ. അന്നേരം ഫ്രാൻസിസ് ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ഫ്രാൻസിസിനെ കാണുമ്പോൾ തന്നെ സഞ്ജുവിന് അങ്ങ് ദേഷ്യം വരുമോ. താൻ ഇതിനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്? അത് പിന്നെ മോനെ, ഗോപാൽജി എനിക്ക് കുറച്ച് പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് വാങ്ങാൻ വന്നതാ. ഈ സമയം സഞ്ജു ആണെങ്കിൽ അകത്തേക്കൊക്കെ നോക്കി വല്ല ടെൻഷനായിട്ട് നിൽക്കുവാണ് കേട്ടോ. അങ്ങനെ സഞ്ജുവിൻ്റെ പെരുമാറ്റം കാണുമ്പോൾ തന്നെ ഫ്രാൻസിസിന് എന്തോ ഒരു ഡൗട്ട് തോന്നുന്നുണ്ട്. ഈ സമയം സഞ്ജു പറയണേ, പൈസ വേണമെങ്കിൽ ബാറിൽ പോയി മേടിച്ചാൽ പോരെ. എൻ്റെ മോനെ, അവിടെ ആ ഗിരിയുണ്ട്. പൈസ ചോദിച്ചാൽ അങ്ങോട്ടേക്ക് ചെന്നാൽ അവൻ ഏതിനാന്നൊക്കെ 100 ചോദ്യം ചോദിക്കും. മോനെടുത്ത് തന്നാൽ മതി, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. എന്നാൽ ശരി, ഇവിടെ നിൽക്ക്. അങ്ങനെ പറഞ്ഞ് സഞ്ജു പൈസ എടുക്കാനായിട്ട് അകത്തേക്ക് പോകുവാണ് കേട്ടോ. ഈ സമയം ഫ്രാൻസിസ് അകത്തെ റൂമിലേക്ക് കയറി ചെല്ലുവാണ്. ഇതേ സമയം ആ റൂമിൻ്റെ ഡോറിൻ്റെ ബാക്കിൽ ഒളിച്ചു നിൽക്കുമായിരിക്കും കേട്ടോ സ്വപ്ന. അങ്ങനെ ആ റൂമൊക്കെ സെർച്ച് ചെയ്യുമ്പോഴായിരിക്കും വാതിൻ്റെ പിന്നിൽ ആരോ മറഞ്ഞു നിൽക്കുന്നുണ്ടെന്ന് ഫ്രാൻസിസിന് മനസ്സിലാവുന്നത്. അങ്ങനെ ചിരിച്ചുകൊണ്ട് ഫ്രാൻസിസ് പറയുവാണ്, അതെ, വാതിലിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്നത് ആരാണെങ്കിലും ഇങ്ങ് പുറത്തേക്ക് പോലും. അങ്ങനെ സ്വപ്ന അവിടെ നിന്നും പുറത്തേക്ക് വരുവാണ്. ഈ സമയം സഞ്ജുവും അവിടെ എത്തുന്നുണ്ട് കേട്ടോ. അന്നേരം സഞ്ജു ചോദിക്കണേ, താൻ എന്തിനാ ഈ റൂമിലേക്ക് കയറി വന്നത്? അതെ. അന്നേരം ഫ്രാൻസിസ് പറയണേ, അത് പിന്നെ ഞാനൊന്ന് വാഷ്റൂം യൂസ് ചെയ്യാൻ വന്നതാ, അപ്പോഴല്ലേ ഇവിടെ നിൽക്കുന്നത് കാണുന്നതും. എന്താണെങ്കിലും കൂട്ടുവെക്കോ. അങ്ങനെ സ്വപ്ന അവിടെ നിന്നും പോകുവാണ്. ഈ സമയം ഫ്രാൻസിസ് സഞ്ജുവിനോട് പറയണേ, മോൻ വിഷമിക്കേണ്ട, ഇക്കാര്യം ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല. ഇത് ഗിരിയുടെ പെങ്ങളല്ലേ, ഇവളെ ചതിക്കാനല്ലേ നിൻ്റെ പ്ലാൻ. അതെന്താണെങ്കിലും ഞാനായിട്ട് ഇതാരോടും പറയാൻ പോകുന്നില്ല. ഗിരിക്കൊരു പണി കൊടുക്കണമെന്ന് ഞാൻ കുറേ നാളായി വിചാരിക്കുന്നു. നീ ഇവളെ ചതിച്ചു കഴിഞ്ഞാൽ അതോടെ ഗിരി നാണം കെടും. അതിനുവേണ്ടി ഫുൾ സപ്പോർട്ടും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. കുറേ നാളായി ഗിരിക്ക് നേരെ ഓങ്ങി വെച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഈ ഒരൊറ്റ സംഭവത്തോടെ അവനുമായിട്ട് കുടുംബം നാണം കെടും. എനിക്കത് കണ്ടാൽ മതി. അത് കേട്ടാൽ സന്തോഷത്തോടെ നിൽക്കുവാണ് കേട്ടോ സഞ്ജു. അപ്പോൾ ഈ ഒരു സീൻ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് തീരുവാണ്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.